ശ്രീമതി ഉഷ ജോസഫിന്റെ സഹോദരി സോണി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വീട്ടമ്മ 5 വർഷമായി കത്രികയുമായി വേദന അനുഭവിക്കുകയായിരുന്നു, വേദനത്തിൻ്റെയായിരുന്നു. ഇപ്പോഴാണ് വയറ്റിൽ കത്രിക ഉണ്ടായിരുന്നു എന്നത് കണ്ടെത്തുന്നത്. ആലപ്പുഴ പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ സഹോദരി സോണിയാണ്. നമുക്ക് ശ്രീമതി സോണി, ഈ വേദന തുടങ്ങിയത് മുതൽ, ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വേദന തുടങ്ങിയത് മുതൽ എവിടെയൊക്കെ നിങ്ങൾ പോയി, നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്താണ് പറയാമോ? ചേച്ചിക്ക് ഇപ്പം വേദന തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഏതെങ്കിലും അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കുക, മരുന്നൊക്കെ കൊടുക്കും. അത് കഴിച്ചു കഴിയുമ്പോൾ 2-3 ദിവസത്തേക്ക് വേദന കാണത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെയും വേദന തുടങ്ങും. പിന്നെ ഇത് തന്നെ ഇപ്പൊ കുറേ നാൾ കൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി, മെഡിക്കൽ കോളേജിലാണെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ കയറി ഇറങ്ങി മരുന്ന് മേടിക്കുന്നു. ഈ ഗുളിക കഴിക്കുമ്പോൾ പുള്ളിക്ക് വേദന കുറയും. അപ്പൊ കുറച്ച് നാൾ കൊണ്ട് ഈ മൂത്രം വരാൻ ഇങ്ങനെ ചുമ്മാതെ പുള്ളി വിചാരിക്കുന്നതിന് മുമ്പേ പോകുവാങ്ങ്, യൂറിനെ അങ്ങ് ചുമ്മാതെ അങ്ങ് പോകും. അതും ബ്ലഡും ഒക്കെ ആയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പാമ്പേഴ്സ് ഒക്കെ കെട്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴും നടക്കുമ്പോഴൊക്കെ പാമ്പേഴ്സ് കെട്ടിക്കൊണ്ടാ പോണം. കൊച്ചു പിള്ളേരെ പോലെയാ പോണം. ഏത് ഒരു സ്ഥലത്ത് വെളിലോട്ട് ഇറങ്ങിയാലും പാമ്പേഴ്സ് കെട്ടിക്കൊണ്ട്. എത്ര ബുദ്ധിമുട്ടാണ് എന്നത് ഇപ്പോൾ താങ്കൾ പറയുമ്പോഴാണ്, ഇപ്പോൾ വന്ന വാർത്തകളിൽ പോലും എത്ര ബുദ്ധിമുട്ടിയാണ് അവർ മുന്നോട്ട് പോകുന്നത് വ്യക്തമായിരുന്നല്ലോ. സത്യത്തിൽ ഇത് എന്തിനു വേണ്ടി നടത്തിയ സർജറിയാണ്? ഇത് പുള്ളിക്ക് ഒരു വയറിങ്ങനെ വീർത്ത് വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പൊ വീർത്ത് വന്നപ്പോ ഡോക്ടറെ കൊണ്ട് കാണിച്ച് സ്കാൻ ചെയ്തപ്പോ അതിനകത്ത് മുഴയുണ്ട്, ഒരു 3.5 കിലോളം ഉണ്ട് എന്ന് പറഞ്ഞു. അത് ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ ആ കൊറോണ സമയത്തായിരുന്നു അത് ഇങ്ങനെ. അപ്പൊ ഡോക്ടർ പറഞ്ഞെങ്കിൽ അവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നല്ലേ. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ. പിന്നെ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് 2ന്റെ അന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. എന്നുവെച്ചാൽ കൊറോണ ആയതുകൊണ്ട് അവിടെ ചൊവ്വ കിടത്തിയൊന്നുമില്ല, അവര് ഇപ്പോൾ പറഞ്ഞു വിട്ടു. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ സ്റ്റിച്ചിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ പുള്ളി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ പുള്ളിക്ക് ഈ വയറിന് ബുദ്ധിമുട്ടുണ്ട്, നടുവേദന, ഒരുപാട് നേരം ഇരിക്കാൻ പാടില്ല, ഒരു പണി. ഇപ്പൊ തൊഴിലുറപ്പിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്, തൊഴിലുറപ്പിനൊക്കെ ചെന്ന് കഴിഞ്ഞാലും ചൊവ്വ നേരം പണി ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിലെ പണിയൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടും അസ്വസ്ഥതയാണ്. എപ്പോഴും വേദനയാ എന്ന് പറഞ്ഞ് മിക്കവാറും ആശുപത്രിയിൽ നിന്ന് മരുന്ന് മേടിക്കല പതിവ്. വേദനയ്ക്കുള്ള മരുന്ന് ഒരു ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഓരോന്ന് ഇപ്പൊ ഒരു ആശുപത്രി കഴിഞ്ഞാൽ പിന്നെ അടുത്തതിനകത്ത് അങ്ങനെ മരുന്ന് തന്നെ ഒരു ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഈ കുറച്ച് നാളായി വൈകാരിക വേദന, മൂത്രം ഇങ്ങനെ ചുമ്മാതെ പോണു, മൂത്രം പോകുമ്പോൾ ബ്ലഡ് അതിനകത്ത് വരുന്നുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പാമ്പേഴ്സ് കെട്ടിക്കൊണ്ടാ പുള്ളി നടക്കുന്ന മൊത്തം. അല്ല, ഈ രക്തം ഇങ്ങനെ പോകുന്നു, അങ്ങനെ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിദഗ്ധമായ ഒരു പരിശോധനയ്ക്ക്. നേരത്തെയും ഡോക്ടർമാരെ കണ്ടതല്ലേ, അവരാരെയും MRI സ്കാനൊന്നും എടുത്തില്ലേ? സ്കാൻ ചെയ്തായിരുന്നു. അപ്പൊ സ്കാൻ ചെയ്തപ്പോ മൂത്രത്തിൽ കല്ലാണ് എന്നുള്ള രീതിയിലാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മൂത്രത്തിൽ കല്ലിൻ്റെതായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ എക്സ്റേ എടുത്തപ്പോഴാണ് സംഭവം ഇതാണെന്ന് അറിഞ്ഞത്. എക്സ്റേ എടുത്തപ്പോഴാണ് അതിനകത്ത് കത്രിക ഇരിക്കുന്നതായിട്ട് കണ്ടുവന്നത്. അപ്പൊ സ്കാൻ ചെയ്യുമ്പോൾ മൂത്രത്തിൽ കല്ലിന്റെ രീതിയിലൊക്കെയുള്ള മരുന്നാണ് മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയത്തില്ലല്ലോ എന്തോ സംഭവം. അപ്പൊ ഇപ്പോൾ ആശുപത്രിയിലാണോ? അടുത്തത് എന്ത് ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് സർക്കാരിന്റെയോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടോ? ഇപ്പൊ അവര് ഇന്നലെ ഞങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞ് ഡോക്ടർ മെഡിക്കൽ കോളേജ് എല്ലാം പറഞ്ഞ് അവര് നോക്കി വെച്ച് പറഞ്ഞ് അവർക്ക് തിങ്കളാഴ്ച അഡ്മിറ്റ് ആയിട്ട് ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്യാന്നുള്ള രീതിയിലാണ്. എല്ലാ സർവ്വ ചെലവും അവര് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാവുന്നുള്ള രീതിയിൽ പറഞ്ഞാൽ വിട്ടത്. സർവ്വചെലവ് എന്ന് പറയുമ്പോൾ ആശുപത്രിയിലെ ഓപ്പറേഷന്റെ ചെലവുകൾ അന്നായിരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ അന്ന് ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടർമാർ, അന്ന് ഉണ്ടായിരുന്ന ഡോക്ടർമാർ തന്നെയാണ് ഇപ്പോഴും. അന്ന് ലളിതാംബിക ഡോക്ടറിനെയാണ് ഇത് കണ്ടത്. ലളിതാംബിക ഡോക്ടറാണ് അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നത്. പിന്നെ അതിനകത്ത് ആരാ ചെയ്തതെന്ന് നമുക്കറിയത്തില്ലല്ലോ. ലളിതാംബിക ഡോക്ടറാണ് മെയിൻ ഡോക്ടർ, അവരെ കാണിക്കുന്ന ഡോക്ടർ അതായിരുന്നു.
അല്ല സർജറി ഒരു പക്ഷേ മറ്റാരെങ്കിലും ആയിരിക്കാം അല്ലേ? അത് നമുക്ക് അതിനകത്ത് ഇപ്പൊ നമ്മള് മെയിൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ചെല്ലുമ്പോ ഈ ഡോക്ടർ ശരിയാണ്. നമ്മൾ ഈ പേരുകളൊക്കെ പരാമർശിക്കുമ്പോൾ ചിലപ്പോൾ അവർ ആകണമെന്നില്ല. സർജറി ചെയ്ത മറ്റാളുകളായിരിക്കാം മെയിൻ ഡോക്ടർ. അപ്പൊ നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പ്രസവത്തിന്റെ ഒരു ആവശ്യത്തിന് ചെന്നാലും അതിനകത്ത് ചിലപ്പോ ഈ മെയിൻ നമ്മൾ കാശ് കൊടുത്ത് ഇവരെ കണ്ട് ഇവരെ കാണിച്ച് ചിലപ്പോ മാസങ്ങൾ നമ്മൾ കാണിച്ചാലും അതിനകത്ത് ചെല്ലുമ്പോ വേറെ ഏതെങ്കിലും ഡോക്ടർമാരായിരിക്കും നമ്മളുടെ ആ സമയത്ത് കാണുന്നത്. ഈ മെയിൻ ഡോക്ടർമാരൊന്നും അതിനകത്ത് കാണത്തില്ല. കാണുമോ? ശരി. ഈ കാശ് കൊടുക്കൽ, ഇപ്പൊ ഓപ്പറേഷൻ മുമ്പ് കാശ് കൊടുക്കുക, ആശുപത്രി കിടക്കുമ്പോൾ കാശ് കൊടുക്കുക, അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ ആലപ്പുഴ വണ്ടാനത്തല്ലേ? അതൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഡോക്ടറിനെയും പോയി കണ്ടതൊക്കെയാ. ഇങ്ങനെ വീട്ടിൽ പോയി കണ്ടോ? പൈസ കൊടുത്തോ? വീട്ടിൽ പോയാ കാണിച്ചത് ഡോക്ടറെ. ശരി. വീട്ടിൽ വെച്ചാണ് പൈസ കൊടുത്തത് സർജറിക്ക് മുമ്പ്? ആണോ? പിന്നെ ഡോക്ടറെ കാണാൻ അവിടെ തന്നെ സ്കാൻ ചെയ്യുന്നത് അവരുടെയൊക്കെ അവിടെ തന്നെയല്ലേ. അപ്പോഴൊക്കെ കാണിച്ചപ്പോഴൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്. ഈ സ്കാനിങ് ഒക്കെ ഡോക്ടർ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണോ ചെയ്തത്? ഡോക്ടറിന്റെ അവിടെ തന്നെയാ സ്കാൻ ചെയ്യിക്കുന്നത്. ഡോക്ടർക്ക് ഉണ്ടോ സ്കാനിങ് സംവിധാനമൊക്കെ ഉണ്ടോ ഡോക്ടർക്ക്? ഈ മെഡിക്കൽ കോളേജ് ഡോക്ടർക്ക് തന്നെ സ്കാനിങ് സംവിധാനമൊക്കെ ഉണ്ടോ അവിടെ? ഉണ്ട്. അവരുടെ അവിടെ തന്നെയുള്ളത്. വീട്ടിലേക്ക് നമ്മൾ പോയി കാണുമ്പോ അവിടെ തന്നെയൊക്കെ ഉണ്ട് സ്കാൻ. അന്നൊക്കെ ഉണ്ടായിരുന്നു. ശരി. എന്തായാലും എന്താണ് നടക്കുന്നതെന്ന കാര്യത്തിൽ എല്ലാവർക്കും വലിയ വ്യക്തതയുണ്ട്. പ്രത്യേകമായി ഈ വലിയ ആശുപത്രികളിലൊക്കെ പോകുന്ന പറയണം. അവരൊക്കെ അവര് പൈസയൊക്കെ മേടിക്കുക. നമ്മളിപ്പോ അവരൊക്കെ ചെന്ന് പ്രത്യേകം കണ്ടിട്ടൊക്കെ അല്ലേ നമ്മള് ഹോസ്പിറ്റൽ. നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും എത്ര ഇല്ലാത്തവനാണെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുക്കും. നമ്മുടെ ജീവന്റെ വിലയുള്ള പണമാണല്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. അതെ. പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ ഇതിപ്പോ കൊണ്ടുവന്നാലും അവരാദ്യം ഒന്നും ആരോടും പറയാതിരിക്കുമായിരുന്നു. ഇത് ഇന്നലെ വൈകുന്നേരം അറിഞ്ഞിട്ട് അവര് ഇതാരോടും പറയാതിരിക്കുമായിരുന്നു. ഇതിപ്പോ പുള്ളിക്ക് പേടിയായിട്ട് വയറ്റിൽ ഇങ്ങനെ സാധനം കിടക്കുന്നുള്ള പേടിയായിട്ട് അനിയത്തിയോട് വിളിച്ചു പറഞ്ഞ് അനിയത്തിയാണ് എല്ലാരും അറിയിച്ചത്. അല്ലാതെ പുള്ളി ഇങ്ങനെ പറയാതെ ഇരിക്കുമായിരുന്നു. പിന്നെ പരാതിക്കൊന്നും പോകാനുള്ള ഉദ്ദേശവും രീതിയൊന്നുമില്ല. പേടിയായിരുന്നു നമ്മളെ പറഞ്ഞപ്പോ മതി. ഇപ്പൊ വണ്ടാനത്തിന് പോകത്തില്ലെന്നാ പറഞ്ഞു. അല്ല, സോണി ഇവരുടെ സഹോദരിയല്ലേ, ഉഷ ജോസഫിന്റെ അനിയന്റെ ഭാര്യ. ശരി ശരി. ഓക്കെ, നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.